നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നന്നായിട്ടുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ആളുകൾക്ക് ആ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് വേറെ ഒരുപാട് സംശയങ്ങളുള്ളതായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ, നമ്മൾ അത്തരം സംശയങ്ങൾ നമ്മൾ കമന്റിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കമന്റ്സ് എല്ലാം നമ്മൾ എടുത്തിട്ട് ഓരോ കമന്റ് വീതം നമ്മൾ മറുപടി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് നമ്മൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കും ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവർക്കും എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പം നമ്മൾ പൊതുവായിട്ടുണ്ടാകുന്ന കുറെ സംശയങ്ങളുണ്ട്. പാഷൻ ഫ്രൂട്ട് എങ്ങനെ വളർത്താം, അതിന്റെ കുറെ കാര്യങ്ങളെ കുറിച്ച്, അത് നല്ല കാര്യങ്ങൾ തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ കമന്റുകൾക്കെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മറുപടി കൊടുക്കാം. ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, പാഷൻ ഫ്രൂട്ട് പന്തലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാമ്പ് വരുമോ എന്ന്. പല ആളുകൾക്കും പേടി ഉണ്ടായിരിക്കും. കാരണം വീട്ടുമുറ്റത്തൊക്കെ നമ്മൾ പന്തലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാമ്പൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ്. അപ്പം പന്തല് പാഷൻ ഫ്രൂട്ട് കാ പറിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾ ചോട്ടിൽ വരും. ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയാണ് പാമ്പ് വീട്ടിലുണ്ടാവുക. അപ്പം അവർക്കൊരു പേടിയാണ് ഈ പാമ്പ് വരുമോ എന്ന്. അപ്പോൾ പാമ്പ് വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഇത് വെട്ടി മാറ്റാനായിരിക്കും. കമന്റിൽ ഒരാൾ പറഞ്ഞിരുന്നു, എൻ്റെ വീട്ടിൽ പാമ്പ് വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ട് പിന്നെ പന്തലങ്ങ വെട്ടി മുറിച്ച് ഒഴിവാക്കി പേടിച്ചിട്ടാണെന്ന്. അപ്പൊ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാമ്പ് വീട്ടിൽ ചേര വന്നിരുന്നു എന്നൊക്കെ. അപ്പം കോമൺ ആയിട്ട് നമ്മൾ പന്തലിട്ട് കഴിഞ്ഞിട്ട് പൂവ് ഇടുന്ന ഒരു ചെടിയാണെങ്കിൽ, പ്രാണികളും മറ്റുള്ള ജീവിജാലങ്ങളും ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പച്ചിലപ്പാമ്പ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. ചേര, പച്ചിലപ്പാമ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ പന്തലിന്റെ ഇടയിലേക്ക് കൂടെ വരും. നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ വിചാരിക്കും വിഷമുള്ള പാമ്പുകൾ സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ വരാറില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ അപൂർവമായിട്ടൊക്കെ ഏതെങ്കിലും മരത്തിന്റെ മുകളിലേക്ക് താഴോട്ട് വീഴുന്ന ടൈമിൽ ഒരു പക്ഷേ ഇതിന്റെ മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നല്ലാതെ മൂർക്കം പാമ്പ് ആണെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊന്നും ഈ പന്തലിന്റെ ഉള്ളിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പം സ്വാഭാവികമായിട്ട് വരുന്ന ഇനങ്ങൾ ഈ ചേരയും പിന്നെ അതുപോലെയുള്ള ഈ പച്ചില പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ പന്തലിന്റെ ഉള്ളിലേക്ക് വരിക. വിഷമില്ലാത്ത സാധനങ്ങളാണ്, പക്ഷെ നമുക്ക് പേടിക്കാൻ ആ സംഭവമൊക്കെ മതി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ഇട തിങ്ങിയിട്ടേക്ക് പന്തലുണ്ടാവും. ആ ഒരു 3 വർഷത്തിന് ശേഷമുള്ള പന്തലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാട് പിടിച്ചിട്ട് ഉൾഭാഗം നന്നായിട്ട് ഇരുട്ട് ഉള്ള പന്തലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ആരോഗ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ പാമ്പുകൾ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ വറ്റകൾ വെളിച്ചം തട്ടുന്ന ഭാഗത്ത് വല്ലാതെ നിൽക്കില്ല, ഒരു ഇരുട്ടുള്ള ഭാഗത്തേക്ക് ഈ പതുങ്ങിയിരിക്കുന്ന സ്വഭാവമാണ്. എന്നിട്ട് ഈ പ്രാണികളൊക്കെ പിടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഈ കാട് പിടിച്ച ഉള്ളിലേക്കൊക്കെയാണ് പാമ്പ്, പച്ചിലപ്പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന വഴി നമുക്ക് അത്തരം ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പം പാഷൻ ഫ്രൂട്ട് വളർത്തുമ്പോൾ നമ്മൾ പാമ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ ചേര വരുന്നുണ്ടെന്ന ഒരു കാരണം കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാൾ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, പാമ്പ് വന്നത് കാരണം ഞാൻ പേടിച്ചിട്ട് ഞാൻ പന്തൽ അങ്ങ് വെട്ടിമുറിച്ച് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു കമന്റ് വന്നിട്ടുള്ളത് വെയിൽ ആവശ്യമുണ്ടോന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഫ്രൂട്ട് ചെടികൾ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് അതിന് വെയിൽ ആവശ്യമാണ്. കാരണം നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രമേ ഈ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് അതുവഴി ആഹാരം, ചെടികൾക്ക് ആഹാരം പാകം ചെയ്തിട്ട് അത് ഫ്രൂട്ടുകൾ സ്റ്റോർ ചെയ്താക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ വെയിൽ, ഡയറക്റ്റ് സണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പൂവിടാനുള്ള ടെൻഡൻസി കുറയും. പാഷൻ ഫ്രൂട്ട് എന്നല്ല, ഒട്ടുമിക്ക ഫ്രൂട്ട് ചെടികൾക്കും വെയിൽ ആവശ്യമാണ്. ആ വെയിൽ ഒരു മെയിൻ കണ്ടന്റ് ആണ്. അപ്പം വെയിൽ, വളം, വെള്ളം, ഈ സംഭവങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം. അപ്പോൾ അത്യാവശ്യം വെയിൽ വേണം. ഏറ്റവും തണലാവരുത്, ഒരു മീഡിയം വെയിലെങ്കിലും കൊടുക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ പാഷൻ ഫ്രൂട്ട് പൂവിടുള്ളൂ, കായ്ക്കുള്ളൂ. അപ്പം ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് നഴ്സറിക്കാർ പറഞ്ഞു തണലത്ത് വെച്ചാലും കായ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ടുപോയി നട്ടിട്ടുണ്ട്, ഇതുവരെ കായ്ച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ സംഭവം നഴ്സറിക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ സാധനം പോകാൻ വേണ്ടി പറയും, വെയിൽ വേണ്ട തണലത്ത് വെച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ പാഷൻ ഫ്രൂട്ടിന് വെയിൽ ആവശ്യമായ ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നടുമ്പോൾ ഒരു ഏകദേശം ഒരു മീഡിയം വെയിലെങ്കിലും കിട്ടുന്ന രീതിയിൽ, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വെയിലെങ്കിലും കിട്ടുന്ന രീതിയിൽ, മിനിമം 3 മണിക്കൂർ വെയിലെങ്കിലും കിട്ടുന്ന രീതിയിൽ നമ്മളൊരു പന്തലിട്ട് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മരത്തിന്റെ മുകളിലേക്കൊക്കെ പടർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ മുകളിൽ തൊട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വെയിൽ കിട്ടും. അതുകൊണ്ട് മരത്തിന്റെ മുകളിലെ വള്ളികളൊക്കെ നന്നായിട്ട് കായ്ക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെയിൽ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ഏരിയ കണ്ടെത്തിയിട്ട്, മുറ്റത്തൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്, മരങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ആ മുറ്റത്തൊക്കെ പന്തലിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മരത്തിന്റെ മുകളിലേക്ക് പടർത്തി കൊടുക്കാം. മരത്തിന്റെ മുകളിലേക്ക് പടർത്തി കൊടുത്തിട്ട് നമുക്ക് പന്തലിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ ടെറസിന്റെ മുകളിലേക്ക് പടർത്തി കൊടുക്കുക. ടെറസിന്റെ മുകളിലേക്ക് നമ്മൾ പന്തലിട്ടിട്ടില്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ അങ്ങ് പടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പടർന്നു പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മുകളിൽ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടെറസ് ആണെങ്കിൽ അത് പറ്റില്ല, നമ്മൾ പന്തലിട്ട് തന്നെ കൊടുക്കാം. ടെറസിന്റെ മുകളിലൊക്കെ പന്തലിടുന്ന ഒരുപാട് വീട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
അവരൊക്കെ ടെറസിന്റെ മുകളിൽ നല്ല രീതിയിൽ പന്തലിട്ടിട്ട് അത് പരിപാലിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പന്തലിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പന്തലിട്ട് കൊടുക്കാം. നമുക്ക് വെയിൽ തീരെ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ മരത്തിന്റെ മുകളിലേക്ക് പടർത്തി കൊടുക്കാം. അപ്പോൾ മരത്തിന്റെ മുകളിൽ പോയിട്ട് നന്നായിട്ട് കായ ഉണ്ടായി താഴത്ത് വീഴും. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കായ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം. എപ്പോഴും ഓർക്കേണ്ട കാര്യം വെയിൽ ആവശ്യമാണ്. പിന്നെ ഉള്ളൊരു കമന്റ് വന്നിട്ടുള്ളത് ചട്ടിയിൽ വളർത്താൻ പറ്റുമോ എന്നാണ്. ചട്ടിയിൽ നടാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാഷൻ ഫ്രൂട്ട് അത്യാവശ്യം കുറച്ചു കാലം നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പാഷൻ ഫ്രൂട്ടിന്റെ വേരുകൾ അതിനനുസരിച്ച് നന്നായിട്ട് വളർന്നു വരും. അപ്പം ചെറിയ ചട്ടിയിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേര് അതിൽ തിങ്ങി വന്നിട്ട് പിന്നെ വളർച്ച മുരടിച്ച് പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പം നമ്മൾ ചട്ടിയിലല്ല നടേണ്ടത്. അത്യാവശ്യം വലിയൊരു ഗ്രോ ബാഗ് നമുക്ക് വാങ്ങാൻ കിട്ടും. ചാക്കിനേക്കാളും അല്പം വലിപ്പമുള്ള നമുക്ക് ഗ്രോ ബാഗ് വാങ്ങാൻ കിട്ടും. 25 രൂപ മുതൽ വില അങ്ങോട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഗ്രോ ബാഗ് വാങ്ങിയിട്ട് അതിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മണ്ണും മിക്സ് ചെയ്തിട്ട് നടാം. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നല്ല രീതിയിൽ നടന്നു വരും. പക്ഷെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗ്രോ ബാഗിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഗ്രോ ബാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പച്ചക്കറി നടുന്ന ഗ്രോ ബാഗ് അല്ല കേട്ടോ. പച്ചക്കറി നടുന്ന ഗ്രോ ബാഗിൽ നമുക്ക് നടാൻ പറ്റില്ല. ഈ വേര് നല്ല തിങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് പച്ചക്കറി നടുന്ന ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടെങ്കിൽ മുരടിച്ചു പോകും. പിന്നെ പച്ചക്കറി നടുന്ന ഗ്രോ ബാഗ് അത്യാവശ്യം ചെറുതല്ലേ, അപ്പോൾ അതിൽ നട്ട് കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ചാക്ക് പോലത്തെ ഈ ഗ്രോ ബാഗിൽ നമുക്ക് നടാം. അത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് എന്നിട്ട് ടെറസിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ടെറസിന്റെ മുകളിൽ പന്തലിട്ടിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്ക് പിടിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ള കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അവർ കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പൂവിടുന്നില്ല എന്ന്. ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു, ഞാൻ നട്ടിട്ട് 1 വർഷമായി ഇതുവരെയും പൂവിട്ടിട്ടില്ല എന്ന്. നമ്മൾ പാഷൻ ഫ്രൂട്ട് കായ്ക്കാൻ വേണ്ടി നമ്മൾ മിനിമം കാത്തിരിക്കേണ്ട 1 വർഷമാണ്. 1 വർഷത്തിന് ശേഷം അവ കായ്ക്കുന്നില്ല അറിഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാഷൻ ഫ്രൂട്ട് കായ്ക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വെയിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് കായ്ക്കില്ല, കായ്ക്കാൻ മടി കാണിക്കും. പിന്നെ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളത്തിന്റെയും വെള്ളത്തിന്റെയും പ്രശ്നം ഉണ്ടെങ്കിൽ, വളം നല്ല രീതിയിൽ വളം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ പാഷൻ ഫ്രൂട്ടിന് ഒരു മടി, പൂവിടാനൊരു മടി കാണിക്കും. പക്ഷേ ആരോഗ്യമില്ലാത്ത രീതിയിൽ വളർന്ന് ഇങ്ങനെ പോകുന്നതും കാണാം. അപ്പൊ നമ്മൾ ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ചുവട്ടില് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുവട്ടിൽ ചെറുതായിട്ടൊന്ന് കൊത്തി ഇട്ട് കൊടുക്കും. നമ്മൾ ഒരുപാട് ആഴത്തിൽ കൊത്താൻ ശ്രമിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ വേര് അധികം താഴോട്ട് പോയില്ല. ഈ ഉപരിതലത്തിൽ, മണ്ണിന്റെ ഉപരിതലത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേരും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ബാക്ടീരിയൽ ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകും. വേര് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വള്ളി ഉണങ്ങിയും പോകും. അപ്പം ആഴത്തിൽ കൊത്താതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, നന്നായിട്ട് നനയ്ക്കുക. അപ്പോൾ കുറച്ച് നല്ല വെയിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചുറ്റുപാടുള്ള മരങ്ങളുടെ തോലൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിലൊക്കെ, ചോലയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിൽ കിട്ടും. അങ്ങനെ വെയിൽ കിട്ടി കൊള്ളിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിന് ശേഷമുള്ള വള്ളികളൊക്കെ നന്നായിട്ട് പൂത്തു വരും. പിന്നെ അപൂർവമായിട്ട് ചില വള്ളികൾ, ചില മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഈ ചില വള്ളികൾ പൂക്കില്ല. അത് ഒരു 3 വർഷം കഴിഞ്ഞിട്ടും പൂക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം 2 വർഷം കഴിഞ്ഞിട്ടും 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും കാഴ്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. 1 വർഷത്തിന് ശേഷം, 1.5 വർഷം ആകുമ്പോൾ തന്നെ ഒട്ടുമിക്ക പാഷൻ ഫ്രൂട്ടും കായ്ച്ചു തുടങ്ങും. ഈ കായ്ക്കുന്നതിനും നമ്മൾ ഈ രീതിയിൽ വളപ്രയോഗം ചെയ്യാം. 2 മാസത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞ സംഭവം കടക്കിലിട്ട് കൊഴുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുത്താൽ പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് കായ്ക്കും, പൂവിടും. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് പ്രൂണിങ് എങ്ങനെ ചെയ്യാമെന്നാണ്. പ്രൂണിങ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടതിങ്ങി വളരുന്ന ഈ വള്ളികൾ മുറിച്ചു കൊടുക്കുക. അതായത് ആരോഗ്യമില്ലാത്ത കുറെ വള്ളികളൊക്കെ വന്നിട്ട് കാട് മൂടിയ ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ താഴോട്ട് തൂങ്ങിക്കിടന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെ ശല്യം ചെയ്ത് മുഖത്തിന്റെ നേരേക്ക് വന്ന് തൂങ്ങിയെടുക്കുന്ന വള്ളികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. അതുപോലെ പൂവിട്ട് കഴിഞ്ഞ് പിന്നെ ലാറ്ററൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ വള്ളികൾ തളിർത്ത് വരാനും പിന്നെ പുതിയ പൂക്കൾ ഇടാനും ഉള്ള ടെൻഡൻസി ചെടികൾക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും അടുത്ത സെക്ഷൻ പൂവിടാനുള്ള ടെൻഡൻസി വരുള്ളൂ. അപ്പം ചില ആളുകൾ പറയാണ്ട് ഫസ്റ്റ് 1 പ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പാഷൻ ഫ്രൂട്ട് പൂടുന്നില്ല, അല്ലെങ്കിൽ പൂടുന്നതിന്റെ എണ്ണം കുറഞ്ഞ് ഇപ്പൊ കായ വറ്റ കുറവാണ് കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം പാഷൻ ഫ്രൂട്ടിനെ ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. ഡിസംബർ ആ ടൈമിൽ നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഈ തണുപ്പ് കാലത്താണ് പ്രൂൺ ചെയ്യാൻ ഏറ്റവും ഉചിതം. അപ്പോൾ തണുപ്പ് കാലം ആകുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നല്ല തെഴുത്ത് അടുത്ത വള്ളികളൊക്കെ വന്ന് അത് നന്നായിട്ട് പൂവും കായൊക്കെ ഉണ്ടാവും. അപ്പം പ്രൂൺ ചെയ്യൽ മസ്റ്റ് ആണ്. അപ്പൊ അക്കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക.
അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് പൂ കൊഴിഞ്ഞു പോകുന്നു എന്നാണ്. അപ്പം പൂ കൊഴിഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ പൂ കൊഴിഞ്ഞു പോകാനുള്ള ഒരു കാരണം പരാഗണം നടക്കാത്തതാണ്. പരാഗണം നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂവൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെയുള്ള ഒരു പ്രശ്നം ഫംഗസ് ഇൻഫെക്ഷന് വന്നിട്ടുണ്ടെങ്കിൽ പൂ കൊഴിഞ്ഞു പോകും. ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് പൂ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, സ്യൂഡോമോണാസ് മേടിക്കാൻ വേണ്ടി നമുക്ക് കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്യൂഡോമോണാസ് കിട്ടും. ആ സ്യൂഡോമോണാസ് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന്റെ കണക്കിൽ നമ്മൾ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടി മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്ക് കടകളിൽ വളപ്പിടിയിലൊക്കെ പോയിട്ട് കിട്ടുന്ന സ്യൂഡോമോണാസ് പൊടിയാണ്. ഈ പൊടിയാണെങ്കിൽ നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് കലക്കിയിട്ട് സ്പ്രേ ചെയ്യേണ്ടത്. ലിക്വിഡ് ആയിട്ടുള്ള സ്യൂഡോമോണാസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 5 മില്ലി ഒഴിച്ചിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ പൂ കൊഴിയുന്നതിന് ഒരു ആശ്വാസം ഉണ്ടാവും സ്യൂഡോമോണാസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയുള്ള ഒരു ചോദ്യമാണ് എന്തൊക്കെ വളം ചെയ്യണമെന്ന്. അപ്പോൾ വളം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളം ഏതൊക്കെ വളങ്ങൾ ചെയ്യണമെന്ന്. ജൈവവളം തന്നെ മതി പാഷൻ ഫ്രൂട്ടിന്. നന്നായിട്ട് ജൈവവളം ചെയ്താൽ തന്നെ പാഷൻ ഫ്രൂട്ട് കായ്ക്കും. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും പിന്നെ ഈ ഉണങ്ങിയ ചാണകപ്പൊടിയും കടക്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ പച്ചച്ചാണകം പാഷൻ ഫ്രൂട്ട് ഇട്ട് കൊടുക്കരുത്. ചുവട്ടിൽ പച്ചച്ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വള്ളിക്കും വേരിനൊക്കെ ചീയൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്കൊരു ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഉണക്കിയ ചാണകമാണെങ്കിൽ അത് ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പൂവിടുന്നില്ലെങ്കിൽ നമ്മൾ ജൈവവളം ചെയ്തിട്ട് പൂവിടുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് രാസവളം നമുക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. 1.5 വർഷം കഴിഞ്ഞിട്ടും 2 വർഷം ആയിട്ടും പൂവിടുന്നില്ലെങ്കിൽ നമ്മൾ NPK 18-18-18 എന്നുള്ള NPKയുടെ ഒരു ഗ്രാന്യൂൾസ് കിട്ടും. അപ്പോൾ ഈ സാധനം കൊണ്ടുവന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം എന്ന തോതിൽ നമ്മൾ ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു സ്പ്രെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചെടി മൊത്തം നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 മാസത്തിനുള്ളിൽ പൂവിടാനുള്ള ടെൻഡൻസി വരും, നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ. അപ്പം ജൈവവളം ഇട്ടിട്ട് നമ്മൾ പൂവിടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ രാസവളം ഉപയോഗിച്ചാൽ മതി. പിന്നെ ജൈവവളം ഞാൻ പറഞ്ഞു, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ഇത് 3 നമ്മൾ കടക്കിൽ 3 മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പുറത്തൊന്നും സൈഡിലൊന്നും വേറെ വലിയ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിന് വളം കിട്ടും. 2 മാസം കൂടുമ്പോൾ എന്തായാലും വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത വീഡിയോ നമുക്ക് ഒരുപാട് പൂക്കളെ പറ്റിയും പിന്നെ അതുപോലെ പച്ചക്കറി കൃഷിയെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. പച്ചക്കറി കൃഷിയെ കുറിച്ച് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു 5 തരം പച്ചക്കറികളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ സെക്ഷനിൽ ചെയ്യാം. കൂടാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. അതുകൂടാതെ നമുക്ക് ഓർണമെന്റലായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ചില എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെടികളുണ്ട്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫോണിൽ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺ ദ സ്പോട്ട് പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.